പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നാം ദൈവത്തെ അറിയേണ്ടത് ബുദ്ധിയിലല്ല, വിശ്വാസത്തിലൂടെയാണ്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങളിൽ സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നു, സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. കടലിലെ തിരമാലകൾ ചലിക്കുന്നത് പോലെ അവൻ്റെ വിശ്വാസവും ചലിച്ചുകൊണ്ടിരിക്കും. ബുദ്ധിയിൽ ദൈവത്തെ അറിയാൻ ശ്രമിച്ചാൽ അവന് ഒന്നും ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. വിശ്വാസത്തോടെ ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തെ കണ്ടെത്തുവാനും ദൈവത്തെ മനസ്സിലാക്കുവാനും ദൈവത്തെ അനുഭവിക്കുവാനും നമുക്ക് കഴിയും. നമ്മുടെ ഹൃദയത്തിലുള്ള അഹങ്കാരത്തെ മാറ്റി എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിക്കും. ദൈവം അഹങ്കാരികളെ ചിതറിക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. 2 കൊറിന്തോസ് 4-ാം അധ്യായം 4-ൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അപ്പോൾ നമ്മുടെ അവിശ്വാസം മൂലം നമുക്ക് സുവിശേഷത്തിൻ്റെ പ്രകാശം നമുക്ക് ലഭിക്കുന്നില്ല. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളുടെ ഹൃദയത്തെ അന്ധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ പ്രകാശം ലഭിക്കാത്തത്. ഇതുപോലെ നമ്മുടെ ഹൃദയങ്ങളെയും ഈ ലോകത്തിൻ്റെ അരൂപി അന്ധമാക്കി മാറ്റും. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാൻ നമുക്ക് സാധിക്കുകയില്ല. റോമ 1:21 തിരുവചനം പറയുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോകുകയും ചെയ്തു. നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരം നിറയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ദൈവത്തിനു സ്തുതി പാടുവാനോ സാധിക്കുകയില്ല. നന്ദി പറയുവാനും നമുക്ക് മടി വരുന്നു. ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോകുന്നത് കൊണ്ടാണ് അപ്രകാരം നമുക്ക് സംഭവിക്കുന്നത്. ദുഷ്ടാരൂപിയുടെ നിയന്ത്രണത്തിൽ നമ്മുടെ ജീവിതം വരുമ്പോൾ നാം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മറ്റു വസ്തുക്കൾക്ക് കൊടുക്കും. ധനത്തിനോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾക്കോ നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുമ്പോൾ 1-ാം പ്രമാണത്തിന് എതിരായ പ്രവൃത്തിയാണ് നാം ചെയ്യുന്നത്. പലരിലും സ്ഥാനമാനങ്ങൾക്കും അതുപോലെ ധനത്തിനും ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ധനമോഹം നിമിത്തം പലരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. കൂടുതൽ സ്വാർത്ഥരായി മാറാറുമുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം ആവശ്യമാണ്. ദൈവത്തെ അറിയേണ്ടത് ബുദ്ധിയിലല്ല, വിശ്വാസത്തിലാണ്. അപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അതെല്ലാം അനുഭവിക്കുവാനും ഇടവരുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.